ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മെക്കാനിക്സ് ക്ലാസ്. നമ്മൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നതിൽ വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. KTU സ്റ്റുഡൻസിനും അണ്ണാ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസിനും ഒരുപോലെ യൂസ്ഫുൾ ആയ രീതിയിലാണ് ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എനിക്കെങ്ങനെ മെക്കാനിക്സ് സിമ്പിളായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ ഏറ്റവും നല്ലതുപോലെ പഠിപ്പിച്ച അധ്യാപകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 എന്നെ പഠിപ്പിച്ച ഞങ്ങളുടെ നന്ദകുമാർ സാറാണ്. രണ്ടാമത് എഞ്ചിനീയറിങ്ങിന് മെക്കാനിക്സ് പഠിപ്പിച്ച റിയ സാറും. നന്നായി അദ്ദേഹം പഠിപ്പിച്ചത് കൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് എന്നെ മെക്കാനിക്സ് പഠിക്കാൻ വളരെയധികം സഹായിച്ചത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ജെയ്സൺ. അദ്ദേഹം ടെക്നിക്കൽ സ്കൂളിൽ നിന്നൊക്കെയാണ് പഠിച്ചത്. അപ്പം വളരെ അടിസ്ഥാനം ഉണ്ടായിരുന്നു. അതും എന്നെ മെക്കാനിക്സ് പഠിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. നമുക്ക് 5 മൊഡ്യൂളുകളാണുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ടുള്ള മെക്കാനിക്സ്, സപ്പോർട്ട് റിയാക്ഷൻസ്, ബേസിക് ലോസ്, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് ഇവയൊക്കെയാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് പഠിക്കുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ, സെൻട്രോയിഡ് എന്നിവയൊക്കെയാണ് പഠിക്കുന്നത്. 4ഉം 5ഉം നമുക്ക് ശരിക്കും ഡൈനാമിക്സ് ആണ്. നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ, പ്രൊജക്ടൈൽ എന്നിവയൊക്കെയാണ് പഠിക്കുന്നത്. അഞ്ചാമത്തെ മൊഡ്യൂളിൽ നമ്മൾ റൊട്ടേഷണൽ മോഷൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഫോഴ്സുകളെ പറ്റി പഠിക്കാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റീസ് വിത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണ്. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതിന് നമ്മൾ സ്കെയിലർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. നമ്മൾ ടൈപ്സ് ഓഫ് ഫോഴ്സസിനെ പറ്റിയാണ് പറയുന്നത്. ഫോഴ്സിന് എന്തുകൊണ്ട് ഒരു ഡയറക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറയും. സപ്പോസ് നോക്കുക, ഈ പേനയ്ക്ക് ഒരു ടിപ്പ് ഉണ്ട്. ഇതാണ് ഒരു ഫോഴ്സ്, ഇതൊരു ഫോഴ്സ് ആണ്, ഇതൊരു ഫോഴ്സ് ആണ്. ഈ ഫോഴ്സും ഈ ഫോഴ്സും ഈ ഫോഴ്സും ഇപ്പോൾ നമ്മൾ 3 ഫോഴ്സുകളെ പറ്റി പറയും. ഈ 3 ഫോഴ്സുകളും ഒരേ ലൈനിലാണ് പോകുന്നത്. ഇങ്ങനെയുള്ള ഫോഴ്സുകൾക്ക് പറയുന്ന പേരാണ് കൊളീനിയർ ഫോഴ്സ് എന്ന് പറയും. അടുത്തതായിട്ട് ഒരു ഫോഴ്സ് ഇങ്ങനെ, മറ്റൊരു ഫോഴ്സ് ഇങ്ങനെ, വേറൊരു ഫോഴ്സ് ഇങ്ങനെ, ഇങ്ങനെയുള്ള ഫോഴ്സുകൾക്ക് പറയുന്ന പേരാണ് പാരലൽ ഫോഴ്സസ് എന്ന് പറയും. ഇനി മറ്റേ ഒരേ പോയിന്റുകളിൽ കൂടി കടന്നു പോകുന്ന ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ്, ഇവയെല്ലാം ഒരു പോയിന്റിൽ കൂടിയാണ് കിടന്നത്, അതുകൊണ്ട് ഇതിന് പറയുന്ന പേരാണ് കൺകറന്റ് ഫോഴ്സസ്. അടുത്തത് നമുക്കൊരു ഫോഴ്സ് ഇങ്ങനെ പോവുകയാണ്, വേറൊരു ഫോഴ്സ് ഇങ്ങനെ പോകുന്നു, വേറൊരു ഫോഴ്സ് ഇങ്ങനെ പോകും. ഇത് 3ഉം പല വഴിയിൽ കൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് ഇത് നോൺ കൺകറന്റ് ഫോഴ്സസ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫോഴ്സുകളെല്ലാം എന്താണ്? ഈ ഒരു പ്ലെയിനിലെയാണ്. അപ്പോൾ ഈ ഫോഴ്സുകളെല്ലാം എന്താണ്? കോപ്ലനാർ ഫോഴ്സസ് ആണ്. അപ്പോൾ ഫോഴ്സുകളെ നമുക്ക് ബേസിക് ആയിട്ട് ഒരു പ്ലെയിനിലാണെങ്കിൽ കോപ്ലനാർ ഫോഴ്സസും, ഒരു വ്യത്യസ്ത പ്ലെയിനുകളാണെങ്കിൽ നോൺ കോപ്ലനാർ ഫോഴ്സസ് എന്നും പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? കോപ്ലനാർ ഫോഴ്സസ് എങ്ങനെയുണ്ട്? ഒന്ന് കൊളിനിയർ ഫോഴ്സ് ഉണ്ട്. പിന്നീട് ഒരേ പോയിന്റുകളിൽ കൂടി പറയുകയാണെങ്കിൽ ഇതാണ് കൺകറന്റ് ഫോഴ്സ് ആണ്. ഈ ഫോഴ്സുകൾ ആദ്യത്തെ 2 ഒരു പ്ലെയിനിലാണ്, മൂന്നാമത്തെ ഫോഴ്സ് മറ്റൊരു പ്ലെയിനിലാണ്. ഇത് ശരിക്കും കൺകറന്റ് ഫോഴ്സ് ആണ്, പക്ഷെ കോപ്ലനാർ. അപ്പൊ ഇത് നോൺ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ് ആണ്. ഇത് കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ്, ഇത് കോപ്ലനാർ നോൺ കൺകറന്റ് ഫോഴ്സസ്. 4 ഫോഴ്സുകളുണ്ട്. ഇതെന്താണ്? ഇത് നോൺ കൺകറന്റ് ആണ്, നോൺ കോപ്ലനാർ ആണ്. നോൺ കോപ്ലനാർ, നോൺ കൺകറന്റ് ഫോഴ്സസ് ആണ്. അപ്പോൾ ബേസിക് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കോപ്ലനാറും ഉണ്ട്, നോൺ കോപ്ലനാറും ഉണ്ട്. കോപ്ലനാർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഒരേ ലൈനിലാണെങ്കിൽ കൊളിനിയർ എന്ന് പറയാം. പിന്നീട് പാരലൽ ഫോഴ്സസ് ഉണ്ട്, അത് കോപ്ലനാറിലും ഉണ്ട്, നോൺ കോപ്ലനാറിലും ഉണ്ട്. കൺകറന്റ് ഫോഴ്സസ് ഉണ്ട്, ഒരേ പോയിന്റുകളിൽ കൂടി പോകുന്നത്, അത് കോപ്ലനാറിലും ഉണ്ട്, നോൺ കോപ്ലനാറിലും ഉണ്ട്. പിന്നെ നോൺ കൺകറന്റ് ഫോഴ്സസ് ഉണ്ട്, അത് കോപ്ലനാറിലും ഉണ്ട്, നോൺ കോപ്ലനാറിലും ഉണ്ട്. ഇതാണ് ബേസിക് ടൈപ്പ് ഓഫ് ഫോഴ്സസ്. നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പഠിക്കാൻ പോകുന്നത് റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ്. സപ്പോസ് F എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഹൊറിസോണ്ടൽ ആയിട്ടുണ്ടാക്കുന്ന ആംഗിൾ θ ആണെങ്കിൽ ഈ F നെ നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് വെർട്ടിക്കൽ ആയിട്ട് റിസോൾവ് ചെയ്യും. ഇതിന് റിസോൾവ് വെർട്ടിക്കൽ കമ്പോണന്റ്, ഈ പേന ടിപ്പ് ശ്രദ്ധിക്കുക, ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പോൾ വെർട്ടിക്കൽ റിസോൾവ് ചെയ്യുമ്പോൾ താഴേക്ക് വരും, ഹൊറിസോണ്ടൽ റിസോൾവ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് വരും. അപ്പോൾ ഈ കമ്പോണന്റ് റൈറ്റിലേക്ക്, ഈ കമ്പോണന്റ് താഴേക്കും വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് പറയുന്നത് ആംഗിളുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന എന്ന് പറയുന്നത് F cos θ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് F sin θ ആയിരിക്കും. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇതിനെ നമ്മൾ മാറ്റി വരികയാണെങ്കിൽ ഈ ഹൈറ്റ് തന്നെയാണ് ഈ ഹൈറ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇതിനെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കും. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയി. ഇത് θ, ഇത് F, ഇത് A, ഇത് B. നമ്മൾ നോക്കുകയാണെങ്കിൽ cos θ എന്ന് പറഞ്ഞാൽ എന്താണ്? adjacent by
ഹൈപ്പോട്ടന്യൂസ്. ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ആണ്, ഓപ്പോസിറ്റ് സൈഡ് ആണ് ബി. അപ്പോൾ എ ബൈ എഫ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി നമ്മൾ ഇവിടെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എഫ് ആണ്. ഇതിൽ നമുക്ക് എന്ത് എഴുതാം? ബി ഈസ് ഈക്വൽ ടു എഫ്, ബി ഈസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് കോസ് തീറ്റ എന്നും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് സൈൻ തീറ്റ ആണെന്നും നമുക്ക് മനസ്സിലായി. ഇത് തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെ വെച്ചാൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആണെന്നും മനസ്സിലായ. കൂടെ ഉള്ളത് കോസ് തീറ്റ ഓർക്കാൻ, മറ്റേത് സൈൻ തീറ്റ. അപ്പോൾ ഞാൻ ഒരിക്കലും ഹൊറിസോണ്ടൽ കോമ്പണന്റ് കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടില്ല. ആംഗിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കോസ് തീറ്റ എന്നാണ് പറയുന്നത്, മറ്റേത് സൈൻ തീറ്റ. നമുക്ക് ഒന്ന് രണ്ട് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് നോക്കാം. ഈ ഫോഴ്സ് എങ്ങനെയാണ്? ലെഫ്റ്റിലേക്കാണ്. ഇതിനെ റിസോൾവ് ചെയ്താൽ മുകളിലേക്കും വരും, ലെഫ്റ്റിലേക്കും വരും. അപ്പോൾ ഇങ്ങോട്ടുള്ളത് ഇതല്ല കോസ് തീറ്റ. ഇതെന്താണ്? ആംഗിൾ ഉള്ള ഭാഗം. ഇതാണ് എഫ് കോസ് തീറ്റ, ഇത് എഫ് സൈൻ തീറ്റ. ഇനി ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യുമ്പോൾ പേനയുടെ ടിപ്പ് ശ്രദ്ധിക്കുക. ഇത് റൈറ്റിലേക്ക് വരും, ഇത് താഴേക്ക് വരും. അപ്പൊ താഴേക്കുള്ളത് ആംഗിൾ ഉള്ളത്, അതുകൊണ്ട് എഫ് കോസ് തീറ്റയാണിത്. റൈറ്റിലേക്കുള്ളത് എഫ് സൈൻ തീറ്റയാണ്. ഇനി ഇതിനെ റിസോൾവ്, പേനയുടെ ടിപ്പ് ശ്രദ്ധിക്കുക. ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇത് മുകളിലേക്കും ഇത് റൈറ്റിലേക്കും വരും. അപ്പൊ റൈറ്റിലേക്കുള്ളതാണ് ആംഗിൾ ഉള്ളത്, അത് എഫ് കോസ് തീറ്റ, ഇത് എഫ് സൈൻ തീറ്റ. ഇനി ഇവിടെ റിസോൾവ് ചെയ്യുമ്പോൾ, ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ റൈറ്റിലേക്കും വരും, മുകളിലേക്കും വരും. അപ്പൊ റൈറ്റിലേക്കുള്ളത് ആംഗിൾ ഇല്ലാത്തത്, അത് എഫ് സൈൻ തീറ്റ. മുകളിലേക്കുള്ളത് എഫ് കോസ് തീറ്റ. അപ്പോൾ നമ്മൾ ബേസിക് ആയ ഒരു കാര്യം പഠിച്ചിരിക്കുകയാണ്. ഒരു സാധനത്തെ റിസോൾവ് ചെയ്യുമ്പോൾ ആംഗിൾ ഉള്ളത് കോസ് തീറ്റ, മറ്റേത് സൈൻ തീറ്റ. അല്ലാതെ ഹൊറിസോണ്ടൽ കോസ് തീറ്റ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആംഗിളുമായി ബന്ധപ്പെട്ടിട്ട് കൂടെയുള്ളത് കോസ് തീറ്റ എന്ന് ഓർത്താൽ മതിയാവും. ഇതാണ് റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ്. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അടുത്ത നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ ദ adjacent sides of a parallelogram, then the resultant is given by the diagonal of the parallelogram. Suppose P ക്കും Q നും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെന്നും റിസൾട്ടന്റ് P യുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാണെന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഈ ക്യൂവിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വരച്ചാൽ ഇത് ക്യൂ തന്നെയായിരിക്കും. നമ്മളിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ തീറ്റ ഇവിടെ തീറ്റ ആയിട്ട് വരുന്നു. ഇത് ക്യൂ ആണ്. ക്യൂവിനെ നമ്മൾ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും റിസോൾവ് ചെയ്യുമ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഇത് ഇതിന്റെ ആംഗിൾ ഉള്ള ഭാഗമാണ്. അപ്പോൾ ഇത് ക്യൂ കോസ് തീറ്റ ആയിരിക്കും. ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ക്യൂ സൈൻ തീറ്റയാണ്. ഇത് നമ്മൾ ജസ്റ്റ് പഠിച്ചതേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ വലിയ ട്രയാംഗിൾ നോക്കുകയാണെങ്കിൽ, ട്രയാംഗിൾ നമുക്ക് തൽക്കാലം എ ബി സി എന്ന് പറഞ്ഞ ട്രയാംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് പൈതഗോറസ് തിയറം? എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ, where c is the hypotenuse. r square is equal to ഇത് എത്രയുണ്ട്? p plus q cos theta, ഒരു സൈഡ് സ്ക്വയർ. പിന്നെ മറ്റേ സൈഡ് എന്താണ്? q sin തീറ്റയുടെ സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറം. ഇനി ഇത് a plus b the whole square വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ a square plus 2ab പ്ലസ് q cos തീറ്റയുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിനും സ്ക്വയർ ഉണ്ട്, കോസ് തീറ്റയ്ക്കും സ്ക്വയർ ഉണ്ട്. അപ്പോൾ q സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഈ q സൈൻ തീറ്റയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ ക്യൂവിനും വരും, സൈൻ തീറ്റയ്ക്കും വരും. അപ്പോൾ q സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഇവിടെ രണ്ടിടത്തും q സ്ക്വയർ കോമൺ ആണ്. അപ്പോൾ നമ്മൾ q സ്ക്വയർ പുറത്തെടുക്കുന്നു. പിന്നീട് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് 1. പിന്നീട് എന്താ വെച്ചാൽ q സ്ക്വയർ ഉണ്ട്, ബാക്കി ഇവിടെ p സ്ക്വയർ ഉണ്ട് പ്ലസ് 2pq കോസ് തീറ്റ ഉണ്ട്. അപ്പോൾ റിസൾട്ടന്റ് r സ്ക്വയർ ഈസ് ഈക്വൽ ടു p സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് q സ്ക്വയർ. ഇത് r സ്ക്വയർ. r കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് p സ്ക്വയർ പ്ലസ്
ആംഗിൾ കണ്ടുപിടിക്കണം. റിസൾട്ടന്റ് ഈസ് മേക്കിംഗ് an angle alpha with p. So from the triangle ABC, tan alpha is equal to tan is opposite by adjacent. അപ്പോൾ q sin theta divided by adjacent ഇത്രയും ഉണ്ട്, ഇവിടെ അല്ല ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ p plus q cos theta റിസൾട്ടന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ. ഇതാണ് പാരലോഗ്രാം ഓപ്പറേഷൻ. വളരെ സിമ്പിൾ അല്ലേ? നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ്. ഇതാണ് ഒരു 50 ന്യൂട്ടൺ ഉണ്ട്, 100 ന്യൂട്ടൺ. 50 ന്യൂട്ടൺ എക്സ് ആക്സിസുമായിട്ട് 15 ഡിഗ്രി ഉണ്ടാക്കുന്നു. ആ 50 ന്യൂട്ടണുമായിട്ട് 100 ന്യൂട്ടൺ 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് 100 ന്യൂട്ടൺ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ 30ഉം 15 കൂടെ ചേർത്തിട്ട് നമുക്ക് മൊത്തം ആംഗിൾ എന്ന് പറയുന്നത്, ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ മൊത്തം റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. സിഗ്മ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കമ്പോണന്റ് നോക്കാം. അതിന് നമ്മൾ സിഗ്മ എച്ച് എന്ന് പറയും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഈ കമ്പോണന്റിനെ നമ്മൾ ഹൊറിസോണ്ടൽ റിസോൾവ് ചെയ്താൽ റൈറ്റിലേക്ക് വരും, വെർട്ടിക്കൽ റിസോൾവ് ചെയ്താൽ മുകളിലേക്ക് വരും. റൈറ്റിലേക്കുള്ളത് ആംഗിൾ ഉള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 cos 15 പ്ലസ് ഈ 100നെ ഇങ്ങോട്ട് റിസോൾവ് ചെയ്ത് റൈറ്റിലേക്ക് തന്നെ വരും. അത് 100 cos 45. 100 cos 45. ഇനി ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ വലത് സൈഡിലേക്ക് മാത്രമേ ഫോഴ്സുകളുള്ളൂ. നമ്മൾ വലത് സൈഡിലേക്കുള്ളതെല്ലാം പ്ലസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇടത് സൈഡിലേക്കുള്ള ഫോഴ്സുകളെല്ലാം നെഗറ്റീവ് ആയിട്ട് എടുക്കും. മുകളിലേക്കുള്ളതെല്ലാം പ്ലസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ താഴേക്കുള്ളതെല്ലാം നെഗറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. നമുക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പ്ലസ് എടുത്താൽ മറ്റത് മൈനസ് എടുക്കണമെന്നില്ല. അപ്പം നമ്മൾ റൈറ്റിലോട്ടുള്ള പോസിറ്റീവും മുകളിലേക്കുള്ളത് പോസിറ്റീവും എടുക്കുന്നു. അങ്ങനെയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.96 ആണ്. 100 cos 45 0.707. ഇതെല്ലാം 118.7 അത്രയും ന്യൂട്ടൺ കിട്ടും. പിന്നീട് നമ്മൾ വെർട്ടിക്കൽ കമ്പോണന്റ് കണ്ടുപിടിക്കുകയാണ്. സിഗ്മ വി എടുക്കുമ്പോൾ ഈ 15നെ മുകളിലേക്ക് റിസോൾവ് ചെയ്യുന്നു, 100നെ മുകളിലേക്ക് റിസോൾവ് ചെയ്യുന്നു. അപ്പോൾ 50 sin 15 പ്ലസ് 100 sin 40 into 0.25 plus 100 into 0.707 83.2 കിട്ടും. 3 ന്യൂട്ടൺ കിട്ടും. ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് കിട്ടി, വെർട്ടിക്കൽ കമ്പോണന്റ്. മൊത്തം റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയുണ്ട്? റിസൾട്ടന്റ് R is equal to root of sigma h square plus sigma v square ആയിരിക്കും. സിഗ്മ h എത്രയായിട്ട് കിട്ടിയത്? 118.7 സ്ക്വയർ പ്ലസ് 83.2 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 144.95 ന്യൂട്ടൺ കിട്ടും. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ്. ഇനി റിസൾട്ടന്റ് എക്സ് ആക്സിസ് ആയിട്ട് അല്ലെങ്കിൽ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കും. tan alpha is equal to സിഗ്മ വി ബൈ സിഗ്മ എച്ച് ആയിരിക്കും. സിഗ്മ വി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 83.2 ഡിവൈഡഡ് ബൈ 118.7. അപ്പോൾ നമ്മൾ ആൽഫ കണ്ടുപിടിക്കുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് അത് കിട്ടും. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 35.02 ഡിഗ്രി കിട്ടും. 35.02 ഡിഗ്രി കിട്ടും. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടി? റിസൾട്ടന്റും കിട്ടി, റിസൾട്ടന്റ് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും കിട്ടി. സിമ്പിൾ അല്ലേ? മറ്റൊരു പ്രോബ്ലം നോക്കാം. 10 കിലോ ന്യൂട്ടൺ, 15 കിലോ ന്യൂട്ടൺ, 20 കിലോ ന്യൂട്ടൺ, 40 കിലോ ന്യൂട്ടൺ എന്നിവ കൊടുത്തിരിക്കുന്നു. ഓരോന്ന് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 107 ഡിഗ്രി എന്നിങ്ങനെ ആംഗിളുകളാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക, പിന്നീട് അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. അപ്പം നമ്മളിതിനെ ആദ്യം നമ്മൾ സിഗ്മ എച്ച് കണ്ട് ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ എല്ലാം കൂടെ സം കണ്ടുപിടിക്കും. പിന്നെ സിഗ്മ വി കണ്ടുപിടിക്കും, വെർട്ടിക്കൽ കമ്പോണന്റ് എല്ലാം കൂടെ സം കണ്ടുപിടിക്കും. നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ 10 കിലോ ന്യൂട്ടനെ നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയൊക്കെ വരും? വലത്തോട്ടും വരും, മുകളിലേക്കും വരും. അപ്പോൾ വലത്തോട്ട് വരുന്നത് എന്തായിരിക്കും? കോസ് കമ്പോണന്റ് 10 cos 30 വരും, മുകളിലേക്കുള്ളത് 10 sin 30 വരും. ഇനി ഇത് 60 ആണ്. 15 cos 60 ഇങ്ങോട്ട് വരും,
15 സൈൻ 60 മുകളിലേക്ക് വരും. ഇത് 20 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അത് കോസ് സൈൻ വെച്ച് റിസോൾവ് ചെയ്യണം നിർബന്ധമില്ല, സൈനും കോസും വെച്ച് എഴുതിയാലും കുഴപ്പമില്ല. ഇത് മുകളിലേക്ക് മാത്രമാണ്, അപ്പോൾ ഇതിനെ റിസോൾവ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പിന്നീട് ഈ 40യെ നമ്മൾ റിസോൾവ് ചെയ്യുക. 40യെ റിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 40യെ നമ്മൾ നോക്കുമ്പോൾ ഈ ആംഗിൾ എടുത്താൽ മതിയാവും. ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയുണ്ട്, ഇവിടുത്തെ ആംഗിൾ എത്രയുണ്ട്, 90 പോയിട്ട് പിന്നെ എത്രയുണ്ട്, ഇവിടെ 30 ഡിഗ്രി ആണല്ലോ. അപ്പോൾ 30 വെച്ച് റിസോൾവ് ചെയ്താൽ മതി. പിന്നെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് വരുമ്പോൾ എങ്ങോട്ട് വരും, ഈ ആരോ ശ്രദ്ധിക്കുക. അപ്പം മുകളിലേക്കുള്ളതാണ് വെർട്ടിക്കൽ കമ്പോണന്റ്, ഇങ്ങനെ മുകളിലേക്ക് വരും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് നമ്മുടെ ലെഫ്റ്റിലേക്ക് വരും. അപ്പോൾ ലെഫ്റ്റിലേക്ക് വരുന്നതുകൊണ്ട് ഇതെല്ലാം പ്ലസ് ഇട്ട് എഴുതും. ഈ 40 കിലോ ന്യൂട്ടന്റെ ഇത് ഏത് കമ്പോണന്റ് ആണ്, മുകളിലേക്കുള്ള കമ്പോണന്റ് ആണ് കോസ് കമ്പോണന്റ്. ആംഗിൾ ഉള്ളത്, ആംഗിൾ ഇല്ലാത്ത കമ്പോണന്റ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് 40 സൈൻ 30 ആണ്. അത് ലെഫ്റ്റിലേക്കാണ്, വിത്ത് നെഗറ്റീവ് സൈൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എഴുതാം, എങ്ങനെ എഴുതാം, സിഗ്മ H is equal to 10 കിലോ ന്യൂട്ടൺ ചെയ്യുമ്പോൾ 10 cos 30 റൈറ്റിലേക്കാണ്. പിന്നീട് പ്ലസ് 15 cos 60 വലത്തേക്ക് തന്നെയാണ്. പിന്നെ ഇതിനെ റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ഈ 40യെ റിസോൾവ് ചെയ്യുമ്പോൾ മുകളിലേക്കും ലെഫ്റ്റിലേക്കുമാണ്. ലെഫ്റ്റിലേക്ക് സൈൻ കമ്പോണന്റ് ആണ്, കോസ് കമ്പോണന്റ് മുകളിലേക്കാണ്, ലെഫ്റ്റിലേക്കുള്ളത് സൈൻ 30. 40 സൈൻ 30 ഈ റിസോൾവ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് ഈ സാധനം നെഗറ്റീവ് ആയിരിക്കും. എളുപ്പമായി കാൽക്കുലേറ്റ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാനുള്ളത്, നമുക്ക് ചെയ്യാനുള്ളത് 10 cos 30 plus 15 cos 60 minus 40 sin 30 എല്ലാം കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -3.83 എന്ന് കിട്ടുന്നു. -3.83 എന്ന് നമുക്ക് കിട്ടും. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് -3.83 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. ഇത് മൈനസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്കാണ് നെറ്റ് ഫോഴ്സ് എന്നാണ്. ഇനി നമ്മൾ വെർട്ടിക്കൽ കമ്പോണന്റ് എടുക്കുമ്പോൾ സിഗ്മ വി, മുകളിലേക്കുള്ള വെർട്ടിക്കൽ കമ്പോണന്റ് എടുക്കുമ്പോൾ മുകളിലേക്ക് എത്രയുണ്ട്, ഒരു 20 ഉണ്ട് ഫസ്റ്റ്. പിന്നെ ഈ 40യുടെ ഏത് കമ്പോണന്റ് ഉണ്ട്, കോസ് കമ്പോണന്റ് ഉണ്ട്. അപ്പോൾ 40 cos 30, പിന്നെ ഈ 50യുടെ ഈ ആംഗിൾ ആണ് 60, അപ്പോൾ സൈൻ കമ്പോണന്റ് 60, അപ്പോൾ പ്ലസ് 15 സൈൻ 60 പ്ലസ് 10ന്റെ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ 10 സൈൻ 30. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത് 20 പ്ലസ് 40 cos 30 പ്ലസ് 15 സൈൻ 60 പ്ലസ് 10 സൈൻ 30 എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 72.63 എന്നാണ് കിട്ടുന്നത്. 72.63 കിലോ ന്യൂട്ടൺ. നമ്മൾ ഇതിന്റെ റിസൾട്ടന്റ് കണ്ടു. ഈ റിസൾട്ടന്റ് R is equal to root of സിഗ്മ എച്ചിന്റെ സ്ക്വയർ പ്ലസ് സിഗ്മ വിയുടെ സ്ക്വയർ. സിഗ്മ എച്ച് എത്രയാണ് കിട്ടിയത്, -3.83, അതിന്റെ സ്ക്വയർ പ്ലസ് 72.63യുടെ സ്ക്വയർ, 72.73 കിലോ ന്യൂട്ടൺ ആണ് ഇതിന്റെ റിസൾട്ടന്റ്. ഇനി ഇതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി tan ആൽഫ is equal to സിഗ്മ വി ബൈ സിഗ്മ എച്ച് ആണ്. സിഗ്മ വി എത്രയാണ്, 72.63, സിഗ്മ എച്ച് എത്രയാണ്, -3.83, -86.98 ഡിഗ്രി എന്ന് കിട്ടും. -86 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് 86 എന്നാണ്. അപ്പോൾ റൈറ്റിലേക്കുള്ളത് ഈ നമ്മുടെ ആക്സിസിൽ റൈറ്റിലേക്കുള്ളത് +30 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, -30 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, -86 ആണ് ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലം വളരെ സിമ്പിൾ അല്ലേ. ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ തെറ്റിക്കാതിരുന്നാൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രോബ്ലവുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ കണ്ട എല്ലാവർക്കും